ഒറ്റ കാര്യം ദേവസ്വം ബോർഡിനോട് പറയാനുള്ളൂ. തറവാടകയുടെ പേരിൽ കടിക്കരുത് എന്നാണ് പറയുന്നത്. ഇതൊരു തറക്കളിയായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സഖാക്കൾ ദേവസ്വം ബോർഡ് അംഗമായും പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ, ഇതേ വ്യക്തികൾ MLA-മാരോ MP-മാരോ ആയാൽ സത്യപ്രതിജ്ഞ സഗൗരവം. പണ്ട് ദൃഢപ്രതിജ്ഞ എന്നായിരുന്നു പേര്, ഇപ്പൊ ഒന്ന് പേര് മാറ്റി സഗൗരവമായി. അപ്പൊ ഈ സഗൗരവം ഒരു ഭാഗത്തും ദൈവനാമം മറ്റൊരു ഭാഗത്തും, അത് തന്നെ കള്ളക്കളിയാണ്. വിശ്വാസമില്ലാത്തവർ ദേവസ്വം ബോർഡ് ഭരിക്കരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല, തൃശ്ശൂരുകാരനായ സഖാവ് C. അച്യുതമേനോനാണ് ആദ്യം പറഞ്ഞത്. അദ്ദേഹം അത് എത്ര ശരിയാണെന്ന് ഇന്ന് ഈ കാലഘട്ടത്തോടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കും. സാക്ഷാൽ കാൾ മാർക്സ് വന്നാലും തൃശൂർ പൂരം മുടക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ച് K. മുരളീധരൻ MP. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് TN പ്രതാപൻ MPയുടെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തറവാടകയുടെ പേരിൽ പൂരവും പൂരപ്രദർശനവും മുടക്കാമെന്ന് കരുതണ്ട. കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപ ഈടാക്കിയ തറവാടക ഇക്കൊല്ലം 2,20,00,000 ഉയർത്തി. തറവാടകയുടെ പേരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. പൂരം നടത്തിപ്പിൽ ബോർഡിന് യാതൊരു റോളുമില്ല. പ്രദർശന നഗരിയുടെ വാടക വാങ്ങുന്ന ജോലി മാത്രമാണ് ഉള്ളത്. കോടതിയുടെ പേര് പറഞ്ഞ് പൂരം തകർക്കാമെന്ന് ദേവസ്വവും സർക്കാരും കരുതണ്ട. ശബരിമലയിൽ ആളുകൾ വർദ്ധിച്ചതിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി. ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയെല്ലാം നവകേരള സദസ്സിൽ നിയോഗിച്ചു. ശബരിമല സീസണിന് മുൻപ് നടത്താറുള്ള യോഗം ഇപ്രാവശ്യം സദസ്സിന്റെ പേരിൽ ഉണ്ടായില്ല. ശബരിമലയ്ക്ക് വന്നവർക്ക് പകുതി വഴിക്ക് മാല ഊരേണ്ട അവസ്ഥ ചരിത്രത്തിൽ ഇതാദ്യമാണ്. പൂരത്തിന്റെ കാര്യത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. വർഷങ്ങളായി പൂരം നടത്തിവന്ന 2 ദേവസ്വങ്ങൾക്കും അവരുടെ നിയന്ത്രണത്തിൽ പൂരം നടത്താൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യം ദേവസ്വം ബോർഡിനോട് പറയാനുള്ളൂ. തറവാടകയുടെ പേരിൽ കടിക്കരുത് എന്നാണ് പറയുന്നത്. ഇതൊരു തറക്കളിയായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സഖാക്കൾ ദേവസ്വം ബോർഡ് അംഗമായും പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ, ഇതേ വ്യക്തികൾ MLA-മാരോ MP-മാരോ ആയാൽ സത്യപ്രതിജ്ഞ സഗൗരവം. പണ്ട് ദൃഢപ്രതിജ്ഞ എന്നായിരുന്നു പേര്, ഇപ്പൊ ഒന്ന് പേര് മാറ്റി സഗൗരവമായി. അപ്പൊ ഈ സഗൗരവം ഒരു ഭാഗത്തും ദൈവനാമം മറ്റൊരു ഭാഗത്തും, അത് തന്നെ കള്ളക്കളിയാണ്. വിശ്വാസമില്ലാത്തവർ ദേവസ്വം ബോർഡ് ഭരിക്കരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല, തൃശ്ശൂരുകാരനായ സഖാവ് C. അച്യുതമേനോനാണ് ആദ്യം പറഞ്ഞത്. അദ്ദേഹം അത് എത്ര ശരിയാണെന്ന് ഇന്ന് ഈ കാലഘട്ടത്തോടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ഏതൊരു മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. അതിനെതിരായിട്ടുള്ള ഏത് നീക്കം വന്നാലും ജാതി മതം നോക്കാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങി. നിങ്ങൾക്കറിയാം, 2018 അവസാനത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായി. ആ വിധിയിൽ പറഞ്ഞത് പ്രായം വ്യത്യാസം നോക്കാതെ മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്നായി. എന്നാൽ നമുക്കറിയാം, ശബരിമല ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഒരു ആചാരമുള്ളത് 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. എന്നാൽ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ ജാതി നോക്കാതെ മതം നോക്കാതെ പ്രവേശനമുണ്ട്. ഈ കോടതി വിധി ഉണ്ടായപ്പോ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, എന്ത് വില കൊടുത്തും കോടതി ഉത്തരവ് നടപ്പാക്കും.
ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയും UDF എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കോടതിയോടൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ കോടതികൾ ഒരിക്കലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തലയിട്ട് വിശ്വാസികളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ചിലർ ചോദിച്ചു കോട്ട ലക്ഷ്യമാവും. ഞങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ കോടതി വിധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏത് കോടതി വിധിയാണെങ്കിലും വിധിയിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ജഡ്ജിനെ വിമർശിക്കരുതെന്നുള്ളൂ. ഏതായാലും ആ വിഷയത്തിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ഒരു വാഹന പ്രചരണ ജാഥ നടത്തി. അപ്പൊ അങ്ങനെയുള്ള ജാഥകൾ നടത്തി നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചപ്പോ സുപ്രീം കോടതി തന്നെ അവരുടെ വിധി താൽക്കാലികമായിട്ടാണെങ്കിൽ സ്റ്റേ ചെയ്തിരിക്കും. അവിടെ മറച്ചൊരു ചിന്തയും നമുക്കുണ്ടായിട്ടില്ല. അവസാനം ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ പുരുഷവേഷം കെട്ടിച്ച് ശബരിമലയിലേക്ക് അയച്ച് വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പക്ഷെ അതിന് അടുത്ത പാർലമെന്റിൽ അതിന്റെ തട്ട് കിട്ടിയപ്പോ പഠിച്ചു. പിന്നെ ആ ഏർപ്പാടിന് പിന്നെ നിന്നിട്ടില്ല. പിന്നെ അസംബ്ലി വന്നപ്പോ പറഞ്ഞു എല്ലാവർക്കും വിശ്വാസങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അതിനൊന്നും വിരോധമില്ല, ഫ്ലൈറ്റ് മാറ്റി. പക്ഷെ കോവിഡിന്റെ മറവിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോ വീണ്ടും പഴയ രോഗം തുടങ്ങി. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോ ഈ ദേവസ്വം ബോർഡിനെ കൊണ്ട് നടത്തുന്ന തറവേല എന്ന് പറയും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, വർഷങ്ങളായി ഈ പൂരം പ്രൊഫസർ, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഞാൻ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്. എല്ലാ വർഷവും പൂരം കാണാറുണ്ട്, പൂര പ്രദർശനവും കാണാം. പൂര പ്രദർശനം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് പല പ്രദർശനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൂരം പ്രദർശനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1960കളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതാണ്ട് മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഈ എക്സിബിഷനിൽ പങ്കാളിത്തം വഹിച്ചു. ഇതിനു പുറമെ അറിയപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഈ എക്സിബിഷന്റെ ഭാഗമായിരുന്നു, ഈ പൂര പ്രദർശനത്തിന്റെ ഭാഗമായി. ലക്ഷങ്ങളാണ് അന്നും ഇന്നും ഈ പൂരപ്രദർശനം കാണാൻ വരുന്നത്. അത് തുടങ്ങി ഏതാണ്ട് ക്ലൈമാക്സിൽ എത്തുമ്പോ ഏതാണ്ട് ഒരു വർഷം 6 കോടിയിൽ പരം വരുമാനം ഉണ്ടാവുന്നതാണെന്ന് ഒരു പത്രത്തിൽ ഏകദേശം കണക്ക് ഞാൻ കണ്ടു. ഇത് മുഴുവൻ പൂരത്തിന്റെ ചെലവിനായിട്ടാണ് വിനിയോഗിക്കുക. അത് കഴിച്ച് ബാക്കി ടാക്സ് കൊടുക്കാം. പൂരത്തിന്റെ കണക്ക് തന്നെ സത്യം പറഞ്ഞാൽ കണക്ക് കൂട്ടാൻ പ്രയാസമാണ്. കാരണം ഓരോന്നിനും വർഷം കൂടുന്തോറും ഈ ചാർജ് കൂടും. പൂര ചമയത്തിന് ചാർജ് കൂടും, പഞ്ചവാദ്യത്തിന് നടത്തുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ചാർജ് കൂട്ടും. ഇതൊക്കെ പതിവാണല്ലോ. കാരണം സാധനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് ആളുകൾ വില കൂട്ടും എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അമിതമായിട്ടുള്ള ചാർജ് ഉണ്ടായിട്ട് പോലും ഈ പ്രദർശനത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട വാടക കൃത്യമായി ഈ 2 ദേവസ്വങ്ങളും കൊടുക്കണം. പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ മാത്രമേ, അതായത് തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും തമ്മിലാണല്ലോ ഈ പൂരത്തിൽ 2 പേരും തമ്മിലുള്ള മത്സരം എന്നല്ല പറയുക, 2 പേരുമാണ് ഈ ആഘോഷങ്ങൾക്ക് നിർത്തുന്നത്. 2 ഭഗവതിമാർ ഈ ആഘോഷങ്ങൾക്ക്, തൃശ്ശൂർ ജനതയുടെ സന്തോഷത്തിന് വേണ്ടി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുക. അത് നമ്മൾ പിന്നെ മത്സരാക്കി മാറ്റുന്നത് ഒരു ആവേശം കൂട്ടാൻ വേണ്ടി. അതിനാണ് കുടമാറ്റവും വെടിക്കെട്ടും അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ വെച്ച്. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ആഘോഷമാണ്? ഒരു ഭാഗത്ത് പൂരപ്രദർശനം, മറ്റേ ഭാഗത്ത് പൂരവും അതിനോടനുബന്ധിച്ച കുടമാറ്റം. അതിനെ അന്നും ഇന്നും എത്രയോ വിദേശികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം പറയുന്ന തൃശ്ശൂർ പൂരം. ഇപ്പൊ ഞാൻ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ടൂറിസത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പറാണ്. കേരളത്തിന്റെ പറയുമ്പോൾ ആകെ തൃശ്ശൂർ പൂരം മാത്രമേ കാണിക്കാറുള്ളൂ.
മറ്റ് ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് അതൊക്കെ ചെറിയ തൃശ്ശൂർ പൂരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം. കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറയുന്നത് തൃശ്ശൂർ പൂരം. ഇങ്ങനെ ലക്ഷങ്ങളെ ആകർഷിക്കുന്ന ഈ പൂരം ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞു അധ്യക്ഷൻ സ്വാഗത പ്രാസംഗികൻ. കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നുണ പറയുന്നു എന്നൊരു വാചകം പറഞ്ഞു. പക്ഷെ ഞാനൊക്കെ ഒട്ടും നുണ പറയില്ല എന്ന് വിശ്വസിച്ചിരുന്ന മന്ത്രി രാധാകൃഷ്ണൻ വരെ മണ്ഡലകാലത്ത് നുണ പറഞ്ഞു. കാരണം ഇത്തവണത്തെ ശബരിമലയുടെ തിരക്ക് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 50 വർഷം തികയാൻ പോവാണ് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങി. ഇതുവരെ മുടങ്ങിയിട്ടില്ല, 1 വർഷം. ഇത്തവണ എന്തുകൊണ്ട് തിരക്ക് മുൻവർഷങ്ങളുടെ തിരക്കിനേക്കാൾ ആളുകൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ശബരിമല വിഷയത്തിൽ ഭക്തജനങ്ങളെ നന്നായി നിയന്ത്രിക്കാൻ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നവകേരള സദസ്സിന് വേണ്ടി വിനിയോഗിച്ചു. ശബരിമല ഉത്സവത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കാറുണ്ട്. പിണറായി ആദ്യത്തെ 1 വർഷം പോയി, അപ്പോഴേക്കും പിന്നെ കോവിഡ് വന്നു. ഞാൻ അധികം ചെന്നാൽ അങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. മുമ്പ് മുഖ്യമന്ത്രി ആയുടെ ഒരു പ്രാവിനെ പറത്തി അത് ചത്തത് മുതൽ എവിടെയൊക്കെ പോയാൽ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കിടക്കുന്നില്ല. ഇപ്പൊ സത്യത്തെ അതല്ല. ഏതായാലും അദ്ദേഹം ആദ്യത്തെ വർഷം മാത്രം ശബരിമലയ്ക്ക് പോയി, പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. കാരണം പിന്നത്തെ 2 വർഷത്തോളം കോവിഡും കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് യോഗം വിളിക്കാം സെക്രട്ടറി. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നവകേരള സദസ്സെന്ന് പറഞ്ഞ് സർവ്വ മന്ത്രിമാരെയും കൂട്ടി കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇപ്പൊ തിരുവനന്തപുരത്ത്. ഇതിനിടയിൽ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി? ഈ ശബരിമല ഉത്സവത്തിന്റെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് യോഗം വിളിച്ചോ? സാധാരണ എല്ലാ വർഷവും രാധാകൃഷ്ണൻ അവിടെ പോകുന്നതല്ലേ, ശബരിമലയിൽ പോകുന്നതല്ലേ? തീർത്ഥം കൈകൊണ്ട് തട്ടി അത് കാര്യം വേറെ, ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഇത്തവണ ഈ സംഭവം നടക്കുന്നത് വരെ അധികം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അവസാനം എന്ത്, സ്ത്രീകളും കുട്ടികളും ധാരാളം വന്ന് ഇത്തവണ പ്രായം ചെന്ന മാളികപ്പുറങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് കുടിവെള്ളം പോലും കിട്ടാതെ, സത്യം പറഞ്ഞാൽ ബാലപീഡനത്തിന് കേസെടുക്കണേ ഈ സർക്കാരിനെതിരെ. കുട്ടികൾക്ക് വെള്ളം പോലും കിട്ടാതെ കഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചു. അത് പ്രതിഷേധിച്ചപ്പോൾ അറിയാണ് പ്രതിപക്ഷമാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ആരാ പറഞ്ഞ? രാധാകൃഷ്ണൻ. എനിക്ക് അതാ അനുഭവം. അതാ ഞാൻ പറഞ്ഞ അതേ തവണ മണ്ഡലകാലത്ത് നുണ പറഞ്ഞു എന്ന് ഞാൻ പറയുന്ന കാരണം അതാ. ഞാൻ ചോദിക്കട്ടെ, പകുതിക്ക് വെച്ച് മാലി ഉരി പോയ സംഭവം കേരളത്തിന്റെ ശബരിമലയുടെ ചരിത്രത്തിലുണ്ടായി. മാല ഊരി നെയ്ത്തേങ്ങ ഒരയ്യപ്പന്റെ ചിത്രത്തിന് മുമ്പിൽ അത് സമർപ്പിച്ച് കണ്ണീരോടുകൂടെ എത്ര ഭക്തന്മാർ തിരിച്ചുപോയി. അതൊക്കെ UDF ഉണ്ടാക്കിയ കുഴപ്പമാണ്. അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മുടെ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണല്ലോ, അദ്ദേഹം വിളിച്ച് പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് തൊഴുകാൻ കഴിയുന്നില്ല. അപ്പൊ പറഞ്ഞു സമ്മതിച്ചു. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞപ്പോ ഇതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടു. നമ്മളിത് രാഷ്ട്രീയമായിട്ടല്ല, നമ്മളതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏത് മതത്തിന്റെ ലംഘിക്കപ്പെട്ടാലും നമ്മളത് ചോദ്യം ചെയ്യാറുണ്ട്. ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് വന്നു, നമ്മളതിനെ എതിർത്ത് ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി. ഏക സിവിൽ കോഡ് വന്നപ്പോഴും ശക്തമായി നമ്മൾ അതിനെതിരായി പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ആരും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമൊന്നുമില്ല. ശബരിമലയുടെ കാര്യം അതവിടെ നമുക്ക് അതേപോലെ പാടാണ്. ആചാരങ്ങൾ സംരക്ഷിക്കണം. ഇവിടെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം. അതിന് വർഷങ്ങളായി പൂരം നടത്തി വന്ന 2 ദേവസ്വം ബോർഡുകൾക്ക് അവരുടെ നിയന്ത്രണത്തിൽ തുടർന്നും പൂരപ്രദർശനം മുന്നോട്ട് പോകണം. അതല്ലാതെ കൊച്ചി ദേവസ്വം ബോർഡ് ഒരു ഉത്സവം നടത്തി നോക്കിയല്ലോ.
പണ്ട് മലയാളത്തിലെ 2 നിർമ്മാതാക്കൾ, ഞാൻ വേറൊന്നും പറയുന്നില്ല, ഒരാള് ഭക്ത കുചേല എടുക്കുമ്പോൾ വേറൊരാൾ അതിനെ മറികടക്കാൻ കൃഷ്ണ കുചേല എടുത്തിരുന്നു മുമ്പ്. അതുപോലത്തെ ഒരു ഏർപ്പാട് ഈ കൊച്ചി ദേവസ്വം ബോർഡ് എടുക്കേണ്ട വല്ല കാര്യമുണ്ട്? തിരുവമ്പാടിയും പാറമേക്കാവും ദേവസ്വങ്ങൾ തമ്മിൽ അവര് നടത്തി ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നതിന്റെ ഇടയിൽ ഇവര് ഒരു എക്സിബിഷൻ നടത്തി ആകെ നാണം കെട്ടു, വരുമാനം ഇല്ലാതായി. കാരണം പേരിന് വേണ്ടി നടത്തിയ എക്സിബിഷനാണ് ഞങ്ങൾ നടത്തിയത് കാണിക്കാം. പൂര പ്രദർശനം എവിടെ കിടക്കുന്നു, കൊച്ചി ദേവസ്വം ബോർഡിന്റെ പ്രദർശനം എവിടെ കിടക്കുന്നു? അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഈ 2,20,00,000 എന്നൊക്കെ പറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തോടെ ആർക്കും. അതിന്റെ പേരിൽ പൂരം മുടക്കാനാണ് ഭാവമെങ്കിൽ നമ്മൾ ആരും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ശ്രീപതാവൻ കക്ഷി ചേർന്നതിന്റെ കാരണം. ഇവിടെ ഇതിന്റെ കളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. കാരണം പശു കാലു വെക്കുമ്പോൾ അറിയാം എന്തിനാണ്. ഇവിടെ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ, ഇപ്പൊ മറ്റന്നാളത്തോടെ ഈ ഒരു സദസ്സൊക്കെ തീരുമ്പോ ചില ആളുകൾ ഇറങ്ങി വരും. അടുത്തവണ കുപ്പായം തേച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ വരും. അവര് വന്ന് ഇവിടെ ഞങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അങ്ങനെ 10 വോട്ട് കിട്ടാനാണെങ്കിൽ തൃശ്ശൂർ പൂരം വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. രാഷ്ട്രീയം അതിന്റെ വഴിക്ക് വിടുക, പൂരത്തിന് അതിന്റെ വഴിക്ക് വിടുക, വിശ്വാസത്തിന് അതിന്റെ വഴിക്ക് വിടുക. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ കള്ളത്തരം പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും നേടാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. ഏതായാലും കൊച്ചി ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, അതിന് കൂട്ടു നിൽക്കുന്ന ഈ ജില്ലയിലെ 3 മന്ത്രിമാർ, അതിലെനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്ന ആള് രാധാകൃഷ്ണനായിരുന്നു. മൂപ്പര് തവണ താളം തെറ്റി. പിന്നെ രാജന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പിണറായിന്റെ വിശ്വസ്തനാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ കണ്ടില്ലേ കാലത്ത് ചില മന്ത്രിമാരുടെ മോർണിംഗ് വാക്ക്, സാധാരണ നമ്മളൊക്കെ മോർണിംഗ് വാക്ക് നടത്തുന്നതിനാ ശരീരത്തിന്റെ ഭാരം ഒന്ന് കുറയ്ക്കാനാണ്. ഇവിടെ ചിലരുടെ ധാരണ പ്രതിപക്ഷത്തിന് 4 ചീത്ത പറഞ്ഞാൽ ഭാരം കുറയുന്ന. കാരണം ടി വിയിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുമ്പോൾ ഒന്നിനും അവസരം കിട്ടില്ലല്ലോ. അദ്ദേഹം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ബാക്കിയാരും സംസാരിക്കും. അതുകൊണ്ട് അവരപ്പ കാലത്ത് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുക. മോർണിംഗ് വാക്ക് അതേ പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ചീത്ത പറയും. ഞാൻ പറഞ്ഞു ഒന്ന്, പ്രതിപക്ഷത്തിന് ചീത്ത പറഞ്ഞാൽ ശരീരത്തിലെ ദുർമേധസ്സൊന്നും കുറയില്ല, അതിന് നടന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കും. അപ്പോ അങ്ങനെ ഇപ്പോ എന്നും മുഖ്യമന്ത്രിയുടെ മണിയടിക്കുന്ന ഒരാളായിട്ട് രാജൻ മാറി. പിന്നെ ബിന്ദു മേഡത്തിനെ കുറിച്ചാണ് ഒന്ന് പറയുന്നത്. ഏതാണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കാത്ത അവസ്ഥയുണ്ട്. കേരളത്തിലുള്ള വലിയൊരു വിഭാഗം കുട്ടികൾ വിദേശത്ത് പോകാറ്. കാരണം പരീക്ഷ നടത്താൻ വൈസ് ചാൻസലർമാരില്ല, വൈസ് ചാൻസലർമാരെ വയ്ക്കാനുള്ള കമ്മിറ്റികളില്ല, ചാൻസലറും വൈസ് ചാൻസലർമാരും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടികൾ തോറ്റു. ആരാ ജയിച്ചു എന്ന തർക്കമല്ല, ഗവർണറാണോ ജയിച്ചത് സർക്കാരാണോ ജയിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടികൾ തോറ്റു. കാരണം പരീക്ഷ നടത്താനുള്ള VC ആണ്, VC ഇല്ല 9 യൂണിവേഴ്സിറ്റികളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ പ്ലഗ് ഊരിയിട്ട് വോട്ടുണ്ടുക. ഒരു കാര്യം അവരോട് പറയുള്ളൂ, അസംബ്ലിയും പാർലമെന്റും ഒക്കെ കേരള മോഡൽ എണ്ണാൻ പറ്റില്ല. അത് പകല് തന്നെ, പകൽ വിളിച്ചത് തന്നെ എണ്ണുള്ളൂ. അല്ലാതെ ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രാത്രി ഫീസ് ഊരിയിട്ട് രാത്രി എണ്ണുന്ന ഏർപ്പാട് അസംബ്ലിയിലും പാർലമെന്റിലും പറ്റില്ല. അത് മാത്രമേ ബിന്ദു മാഡത്തിനോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ 3 മന്ത്രിമാർക്ക് ഇതിൽ ഉത്തരവാദിത്വം. ഇവിടെ പ്രശ്നം പരിഹരിക്കണം. ഈ എന്താ പറഞ്ഞ ഈ തറവേല നിർത്തണം. 2,20,00,000 ഒക്കെ വിരിക്കാനുള്ള തീരുമാനം സമ്പൂർണമായി പിൻവലിച്ചുകൊണ്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ഈ പൂരം പ്രദർശനം നടത്താനുള്ള കഴിഞ്ഞ വർഷം വരെ നടത്തിയ എല്ലാ അവകാശങ്ങളും അത് വകവെച്ചു കൊടുക്കണം, അവരെ ഏൽപ്പിക്കുക. കൊച്ചി ദേവസ്വം ബോർഡ് 39 ലക്ഷം കൂടെ മാത്രം വാങ്ങുക. കഴിഞ്ഞ വർഷത്തിനെയാണല്ലോ വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആക്കേണ്ടതാണ് ബോർഡ്. ഇനി അത് കിട്ടാത്ത കുഴപ്പം വേണ്ട, അത് വാങ്ങി പ്രശ്നം പരിഹരിക്കുക. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ തൃശ്ശൂരുകാർ മാത്രമല്ല കേരളക്കാർ മുഴുവൻ കൈകാര്യം ചെയ്യും എന്നാണ് എനിക്ക് പറയാം. ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പൂരമൊക്കെ കണ്ട ഒരാളാണ്. പൂരത്തിന്റെ തലേന്ന് പൂരച്ചമയം കാണാൻ വരെ അച്ഛൻ്റെ കൈ പിടിച്ച് ഈ തേക്കുംകാടും ഒക്കെ ഞാൻ നടന്നിട്ട ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാനൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ
പൂരം പ്രശ്നം മുടക്കാം എന്ന് ഏത് സർക്കാരല്ല ഏത് കൊലകൊമ്പം വിചാരിച്ചാലും നടക്കില്ല. പിന്നെ അതുകൊണ്ടാണ് ഇത് ഗാന്ധിയൻ സമരമാർഗത്തിലേക്ക് ഇത് അമ്പലത്തിന്റെ കാര്യമായതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഗാന്ധിസം നമ്മളൊക്കെ നിർത്തി. കാരണം മാന്യത ഇല്ലാത്തവരോട് ഗാന്ധിസം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗാന്ധിജി എന്നെ ഇടത്തെ കവളത്തടിച്ച വലത്തെ കവള് കാണിച്ചു കൊടുക്കണം, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടത്തെ ഇവിടത്തടിച്ച വലത്തെ കവളും കാണിച്ചു കൊടുത്ത് പിന്നെ അടിച്ചാൽ അടിക്കുന്നവന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നിയമെങ്കിലും ഇത് ദൈവിക കാര്യമായതുകൊണ്ട് ഗാന്ധിസം ഉപേക്ഷിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രതാപനും ജോസ് വള്ളൂരും ഈ രാപ്പകൽ സമരം നടത്തുന്നത്. ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. കാരണം ദൈവാനുഗ്രഹം നമുക്കുള്ളതുകൊണ്ട് തിരുവമ്പാടി ഭഗവതിയും ശ്രീകൃഷ്ണനോട് അധികം തൊട്ട് കളിക്കുന്ന അപകടമെന്നും കൂടെ പിണറായിയോട് പറയാം. ശ്രീകൃഷ്ണൻ ഭഗവതിയും തിരുവമ്പാടിയുടെ ഭാഗത്തും പാറമേക്കാവ് ഭഗവതി ഉള്ളിടത്തോളം കാലം പിണറായി അല്ല, ഇനി സാക്ഷാൽ കാറൽ മാർക്സ് വന്നാലും ഈ പൂരം മുടക്കാൻ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.